ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് നമ്മുടെ ഏറ്റവും പുതിയ കിയ സിറോസ് എന്ന വാഹനമാണ്. അപ്പോൾ ഒരുപാട് വീഡിയോസ് പല സ്ഥലങ്ങളിലാണ് നിങ്ങൾ കണ്ടു കാണും. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കൊല്ലത്തുള്ള കിയയുടെ ഷോറൂമിലാണ്, എൻജിയോൺ കിയയുടെ ഷോറൂമിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന ദിവസമായിരുന്നു ഇവിടുത്തെ ലോഞ്ചും കാര്യങ്ങളൊക്കെ. ആ ഒരു ബലൂൺസിൻ്റെയൊക്കെ ഡെക്കറേഷനെ കാണുമ്പോൾ നമുക്കറിയാം ഇത് ലോഞ്ചിൻ്റെ ദിവസമായിരുന്നു. ലോഞ്ചിന് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിൻ്റെ ഒരു വാക്ക് അറൗണ്ട് കൂടി എടുത്തേക്കാമെന്ന് കരുതി അത്യാവശ്യം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. പിന്നെ എടുത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഓൺ റോഡ് പ്രൈസോ കാര്യങ്ങളൊന്നും വാഹനത്തിൻ്റെ വന്നിട്ടില്ല. എക്സ്ഷോറൂം പ്രൈസും നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് വന്നിട്ടില്ല. അപ്പം പ്രൈസ് അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിൽ പറയാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ താഴെ ഒരു കോൺടാക്ട് നമ്പർ നൽകിയിട്ടുണ്ട്. കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു കിയ സിറോസിനെ കുറിച്ച് അല്ലെങ്കിൽ സോണറ്റിനെ കുറിച്ച്, സെൽട്ടോസിനെ കുറിച്ച്, കാരൻസിനെ കുറിച്ച് ഏത് വാഹനത്തെക്കുറിച്ച് ഡീറ്റെയിൽസിനും താഴെ കാണിച്ചിട്ടുള്ള ആ ഒരു കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ബുക്കിങ്ങിനാലും ടെസ്റ്റ് ഡ്രൈവിനാലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം സിറോസിലേക്ക് വരാം. ഒരുപാട് പ്രത്യേകതകളുള്ളൊരു വാഹനമാണ്. അതായത് സെഗ്മെൻറ്റ് ഫസ്റ്റായിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ കിയ നൽകിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കൊരു വാഹനം ആദ്യം കണ്ട സമയത്ത് നമ്മൾ മറ്റുള്ള ഒരു വാഹനത്തിൻ്റെ ഡിസൈനുമായിട്ടും ഒരു സാമ്യവും ഇല്ലായിരുന്നു. പക്ഷേ ഇത് കണ്ട് വന്ന സമയത്ത് ആ ഒരു ഡിസൈൻ അതൊരു പുതുമയുണ്ട്. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു ഈ ഒരു വാഹനം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. 8ഓളം കളർ ഓപ്ഷൻസ് ഈ വാഹനത്തിനകത്ത് നമുക്ക് വരുന്നുണ്ട്. 8 കളർ ഓപ്ഷൻസാണ് വരുന്നത്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളർ കൊള്ളാം. അതേപോലെ റെഡ് കളറും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഓരോരുത്തർക്കും ഓരോ ചോയ്സാണ്. ബ്ലാക്ക് കളർ, സിൽവർ, വൈറ്റ്, ബ്ലൂ തുടങ്ങിയ ഒരുപാട് കളർ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മളിൻ്റെ ഒരു കിയ പ്ലേസ് ചെയ്തേക്കുന്നത് സോണറ്റിനും അതേപോലെ തന്നെ സെൽട്ടോസിനും ഇടയിലായിട്ടാണ് ഇതിനെ പ്ലേസ് ചെയ്തത്. അപ്പം സോണറ്റിലേക്ക് വരുന്ന സമയത്ത് ബേസ് മോഡൽ ഒരു 10 ആ ഒരു റേഞ്ചിലാണ് ഓൺ റോഡ് വരുന്നത്. സെൽട്ടോസിലേക്ക് വന്നു കഴിഞ്ഞാലോ ഏകദേശം ഒരു 14, ആ 14 അടുത്ത് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 11, 12 റേഞ്ചിലൊക്കെ ആയിരിക്കാം ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത്. ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഊഹം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ വേരിയൻസിലേക്ക് വരാം. നമുക്ക് ഏകദേശം 6ഓളം വേരിയൻറ്റുകൾ ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. ഏറ്റവും ബേസ് മോഡൽ വരുന്നത് HTK എന്നതാണ് ഏറ്റവും ബേസ് മോഡൽ. സെക്കൻഡ് വേരിയൻറ്റ് HTK ഓപ്ഷൻ എന്നതാണ്. തേർഡ് വേരിയൻറ്റ് HTK പ്ലസ് എന്നതാണ്. അടുത്ത വേരിയൻറ്റ് HTX എന്നതാണ്. അത് കഴിഞ്ഞുള്ള വേരിയൻറ്റ് HTX പ്ലസ്. ഏറ്റവും ടോപ്പ് എൻഡ് വരുന്നത് HTX പ്ലസ് ഓപ്ഷൻ എന്നതാണ് തൊട്ടടുത്ത വേരിയൻറ്റ്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് 6ഓളം വേരിയൻസുകൾ നമുക്ക് വരുന്നുണ്ട്. ഇതിൽ തന്നെ 4 വേരിയൻസിലാണ് നമുക്ക് പെട്രോൾ മാനുവൽ ഓപ്ഷൻ നമുക്ക് കിട്ടുന്നത്. അതായത് HTK മുതൽ തുടങ്ങി HTX വരെ നമുക്ക് പെട്രോൾ മാനുവൽ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഈ പെട്രോൾ ഓട്ടോമാറ്റിക് നമുക്ക് 4 വേരിയൻസിൽ നമുക്ക് വരുന്നുണ്ട്. അതായത് HTK പ്ലസ് മുതൽ നമുക്ക് പെട്രോൾ ഓട്ടോമാറ്റിക് നമുക്ക് അവൈലബിൾ ആണ്. ഡീസൽ ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. ഡീസലിലും മാനുവലും ഓട്ടോമാറ്റിക്കും നമുക്ക് അവൈലബിൾ ആണ്. ഡീസലിലേക്ക് വരുന്ന സമയത്ത് 2 വേരിയൻസിലാണ് നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നത്. അതായത് HTX പ്ലസ് എന്ന വേരിയൻറ്റിലും HTX പ്ലസ് ഓപ്ഷൻ എന്ന വേരിയൻറ്റിലും ഡീസൽ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ് തൊട്ട് താഴത്തെ വേരിയൻറ്റ് എന്നിങ്ങനെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ കിടക്കുന്നത് ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. അപ്പോൾ ഒരു വേരിയൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. കാരണം നമ്മളങ്ങനെ സ്ഥിരം കേൾക്കുന്ന വേരിയൻസുകളല്ല. പേര് ഇപ്പോൾ HTK ആ ഒരു രീതിയിലേക്കാണ് വരുന്നത്. പിന്നൊരു പ്രത്യേകത, ഏറ്റവും ബേസ് മോഡൽ മുതൽ തന്നെ നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സെക്കൻഡ് വേരിയൻറ്റ് മുതൽ തന്നെ നമുക്ക് അലോയ് വീൽ സഹിതം ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ടോപ്പിലേക്ക് വരുന്ന സമയത്ത് ആ ടയർസ് ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് ഏറ്റവും ബേസ് മോഡലിലേക്ക് നമുക്ക് വരുന്ന സമയത്ത് ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ, ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം, റിവേഴ്സ് ക്യാമറ, സൺ ബ്ലൈൻഡ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ബേസ് മോഡൽ മുതൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ മറ്റുള്ള വേരിയൻസുകൾ വരുന്ന സമയത്ത് ഓരോ വേരിയൻസിൻ്റെയും വീഡിയോസായിട്ട് നമുക്ക് ചെയ്തിടാം. നിലവിലിപ്പം ഈ ഒരു ടോപ്പ് എൻഡ് വാഹനം മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാനിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. കൂടുതലായിട്ട് അറിയാൻ താഴത്തെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഇനി ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഒരു വാക്കൗണ്ടിലേക്ക് നമുക്ക് കിടക്കാം. ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഫീച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു ബോക്സി ടൈപ്പ് ഫീല് നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ ഹുഡിലേക്ക് വരുന്ന സമയത്ത് ഒരുപാടങ്ങ് എന്താ പറയുക, ആ ഒരു വീഡിയോ കാര്യങ്ങളും നമുക്ക് ആ ഒരു ഹുഡിൻ്റെ പോർഷനിൽ വരുന്നത്. കാര്യം അത്യാവശ്യം ഒതുക്കിയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിലൊരു ബെനിഫിറ്റ് എന്താണ്, മാക്സിമം ബോട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ ഇന്ത്യയിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് നമുക്ക് കിട്ടും. നമ്മൾ മെയിനായിട്ട് കാണാറുള്ളത് 7 സീറ്റർ വാഹനങ്ങളിലാണ് ആ ഒരു ഹുഡിൻ്റെ പോർഷൻ നല്ല രീതിയിൽ ഒതുക്കി ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനത്തിലും അതേപോലെ തന്നെയാണ് കിയ ഡിസൈൻ ചെയ്തത്. നല്ല ക്യാരക്ടർ ലൈൻസ് നമുക്ക് ആ ഒരു ഹുഡിൻ്റെ പോർഷനിൽ കാണാം. അത് ഈ ഒരു ഭാഗത്തൊക്കെ നല്ല ഒരു ഒഴുകി ഇറങ്ങുന്ന പോലത്തെ ഒരു ഡിസൈൻ പാറ്റേൺ നൽകിയിട്ടുണ്ട്. കിയുടെ ഒരു ലോഗോ വളരെ മനോഹരമായിട്ട് ഫ്രണ്ട് പോർഷനായിട്ട് പ്ലേസ് ചെയ്തു. തൊട്ട് താഴേക്ക് വരുന്ന സമയത്ത് നല്ലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് എലമെൻറ്റ് നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷനിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ടോപ്പ് എൻഡ് വാഹനം ആയതുകൊണ്ട് തന്നെ അഡാസ് വരുന്നുണ്ട്. ലെവൽ 2 അഡാസ് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ 360 ഡിഗ്രി ക്യാമറ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ പറ്റുന്നതെന്ന് വെച്ചാൽ ഹെഡ് ലാമ്പിലേക്ക് വരുന്ന സമയത്ത് ഫുള്ളി LED ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹെഡ് ലാമ്പ് യൂണിറ്റ് നൽകിയിട്ടുള്ളത്.
കണ്ട ആ ഒരു ഐസ് ക്യൂബ് പോലെ തോന്നുന്ന ആ ഒരു ഡിസൈൻ പാറ്റേണിലാണ് ആ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് നൽകിയത്. DRL നമുക്ക് അവൈലബിൾ ആണ്. അത് തന്നെയാണ് നമുക്ക് ടേൺ ഇൻഡിക്കേറ്റർ ആയിട്ടും ഫംഗ്ഷനിങ് ചെയ്യുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചറിയാം, പലരും ഞാൻ ഒരു കാര്യം കണ്ടെന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഹെഡ് ലാമ്പിനെ കുറിച്ച്. അതായത് പെട്ടെന്ന് വാഹനം തിരിക്കുന്ന സമയത്ത് തട്ടിയാലോ മുട്ടിയാലോ എന്നുള്ള കാര്യങ്ങളൊക്കെ പലരും പറയുന്നുണ്ട്. അതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിൽ ഈ ഒരു പോർഷനിലായിട്ട് പാർക്കിംഗ് സെൻസർ നമുക്ക് അവൈലബിൾ ആണ്. കണ്ട അത് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് തട്ടുന്നത് മുട്ടുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. ആ ഒരു പാർക്കിംഗ് സെൻസർ ഈ ഒരു പോർഷനിൽ നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിപ്പോൾ നമ്മൾ ബേസ് മോഡൽ മുതൽ തന്നെ നമുക്ക് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏറ്റവും ബേസ് മോഡൽ മുതൽ തന്നെ ടോപ്പ് എൻഡ് വരെ നമുക്കത് അവൈലബിൾ ആണ്. അത്യാവശ്യം വലുപ്പം വരെ ഒരു ഗ്രിൽ യൂണിറ്റും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം എയർ ഇൻടേക്കും കാര്യങ്ങളൊക്കെ നമുക്ക് വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ വേറെ കാര്യങ്ങളും നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷനിൽ പറഞ്ഞിട്ടൊന്നും തന്നെ വരുന്നില്ല. ആ ഒരു ഡിസൈനിങ്ങിലെ ആ ഒരു പുതുമയും അതുപോലെ ഫീച്ചേഴ്സ് റിച്ച് ആയിട്ടുള്ള ഒരു വാഹനമാണ് നൽകിയിട്ടുള്ളത്. അഡാസൊക്കെ വരുന്നുണ്ട് തന്നെ ആ ഒരു പോർഷനിലായിട്ട് ക്യാമറ യൂണിറ്റ് കൂടി ആ ഒരു പോർഷനിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സൈഡ് പ്രൊഫൈൽ ഈ ഒരു വാഹനത്തിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു പോർഷൻ എന്ന് വെച്ചാൽ ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലാണ്. നമുക്ക് ആ ഒരു ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ ആ ഒരു ബോക്സി ടൈപ്പ് ഡിസൈൻ നമുക്ക് ആ ഒരു സൈഡ് പോർഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കും. ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് ഈ ഒരു പോർഷൻ കണ്ടോ, ഈ ഒരു സൈഡിലേക്ക് ഒരു സമയത്ത് എന്താ പറയുക താന്നിരിക്കുന്ന രീതിയിലല്ല ആ ഒരു റൂഫ് നൽകിയിട്ടുള്ളത്. അത് സ്ട്രെയിറ്റ് ലൈനിലാണ് ആ ഒരു റൂഫ് പോയേക്കുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെക്കൻഡ് റോയിൽ ഇരിക്കുന്ന കസ്റ്റമേഴ്സ് അതായത് പാസഞ്ചേഴ്സിന് ഹെഡ് റൂം നല്ല രീതിയിൽ ഹെഡ് റൂം നമുക്ക് കിട്ടും. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഗ്ലാസ് ഏരിയ നല്ല വലുപ്പത്തിലാണ് ആ ഒരു ഗ്ലാസ് ഏരിയ നൽകിയിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഷോൾഡർ ഹൈറ്റിനെ കാട്ടി ഒരുപാട് താഴെയാണ് ആ ഒരു ഗ്ലാസ് ഏരിയ നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തിരിക്കുന്ന പാസഞ്ചേഴ്സിന് നല്ല രീതിയിലുള്ള വിസിബിലിറ്റി നമുക്ക് പുറത്തേക്ക് കിട്ടും. അതുതന്നെയാണ് ആ ഒരു ഗ്ലാസ് ഏരിയ അത്രയും വലുപ്പത്തിൽ കൊടുത്തേക്കുന്ന ഒരു അഡ്വാൻറ്റേജ്. പിന്നെ നോക്കിയാൽ ഈ ഒരു പോർഷനിലും നല്ല അത്യാവശ്യം വലുപ്പത്തിലുള്ള ഗ്ലാസ് ഏരിയാസ് തന്നെ നൽകിയിട്ടുണ്ട്. പിന്നെ സൈഡ് നോക്കുന്ന സമയത്ത് നല്ല ക്യാരക്ടർ ലൈൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഈ ഒരു പോർഷൻ നോക്കിയാൽ നല്ല ബോൾഡ് ആയിട്ടുള്ള കട്ടിങ്സും ലൈൻസും നമുക്ക് ഒരു സൈഡിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. റൂഫ് റെയിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു റൂഫ് റെയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബ്രിഡ്ജ് പോലത്തെ ആ ഒരു ഡിസൈൻ പാറ്റേണിലാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു രീതിയിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്ട്രോങ്ങും ആണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം ലഗേജ് കാര്യങ്ങൾ ഒക്കെ നമുക്ക് ആ ഒരു റൂഫ് റെയിലിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഒരു സിൽവർ ഫിനിഷിലുള്ള ഒരു കളർ തീമിലാണ് അത് നൽകിയിട്ടുള്ളത്. മിററിലേക്ക് വരാം. ഒരു മിററിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം വലിപ്പത്തിലുള്ള മിററാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. 360 ഡിഗ്രി ക്യാമറ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പോർഷനിലായിട്ട് ആ ഒരു ക്യാമറ യൂണിറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മിററിൻ്റെ ആ ഒരു കട്ടിങ്ങും ആ ഒരു ഡിസൈൻ പാറ്റേണൊക്കെ നല്ല പുതുമയുണ്ട് കാണുന്നതിനോട്. കണ്ടോ നല്ല രസത്തിലാണ് ആ ഒരു മിറർ കിയ ഡിസൈൻ ചെയ്തത്. അതുകൊണ്ട് ഈ ഒരു പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഗ്ലാസ് ഏരിയ നൽകിയിട്ടുണ്ട്. ബ്ലൈൻഡ് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പില്ലറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിയോൺ ബ്ലാക്ക് ഫിനിഷ് എലമെൻറ്റിൽ തന്നെയാണ് പില്ലറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഫെൻഡറിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ലൈൻസും ആ ഒരു കർവിങ്ങും ഒക്കെ നമുക്ക് ആ ഒരു ഫെൻഡറിൻ്റെ പോർഷനിലും കാണാം. ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ ചുറ്റും പോയിട്ടുണ്ട്. താഴ്ഭാഗത്തായിട്ട് ചെറിയൊരു ഗ്ലോസി എലമെൻറ്റ് ഈ ഒരു താഴ്ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. ടയർ സൈസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഈ ഒരു വേരിയൻറ്റിൽ 17 ഇഞ്ചാണ് ടയർ സൈസ്. 215/55R17 ആണ് ടയർ പ്രൊഫൈൽ. തൊട്ട് താഴത്തെ വേരിയൻറ്റിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 16 ഇഞ്ചാണ് ടയർ സൈസ് വരുന്നത്. ഏറ്റവും ബേസ് മോഡലാണെങ്കിൽ 15 ഇഞ്ചുമാണ് ടയർ സൈസ് വരുന്നത്. ബേസ് മോഡൽ നമുക്ക് അലോയ് വീൽ കിട്ടില്ല, പക്ഷേ സെക്കൻഡ് വേരിയൻറ്റ് മുതൽ നമുക്ക് അലോയ് വീൽ അവൈലബിൾ ആണ്. അത് ഞാൻ എടുത്ത് പറഞ്ഞേക്കാം. അപ്പോൾ ഈ ഒരു കളർ തീമൊക്കെ നല്ല രസമുണ്ട്. നല്ല ഗ്ലോസി ബ്ലാക്കിലും ഒരു സിൽവർ പോലത്തെ ഒരു കളർ തീമിലൊക്കെയാണ് നൽകിയിട്ടുള്ളത്. മോശമല്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസും ഒക്കെ വാഹനത്തിന് വരുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഒരു വാഹനത്തിൻ്റെ ഹൈറ്റ് തന്നെയാണ്. ഞാൻ ഈ ഒരു ഏറ്റവും റിയർ സൈഡിൽ ഏറ്റവും പുറകുവശത്ത് നിൽക്കുന്ന സമയത്തും അതാണ് എന്നോളം ഹൈറ്റ് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. അപ്പോൾ അത്രയും കംഫർട്ടായിട്ട് ഈ ഒരു സെക്കൻഡ് റോയിൽ ഇരുന്ന പാസഞ്ചേഴ്സിന് ഇരിക്കാനായിട്ട് പറ്റും. ഈ ഡോർ ഹാൻഡിലിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. ഒരുപാട് വാഹനങ്ങളിൽ ഈ ഒരു ഡോർ ഹാൻഡിൽ ഈ ഒരു ഡിസൈൻ പാറ്റേണിലാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഞാനിവിടെ വന്ന സമയത്താണ് ഇത് തുറക്കുന്ന ഒരു രീതി നമ്മുടെ ഇവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് എനിക്ക് കാണിച്ചു. ഞാൻ ആദ്യം വന്നിട്ട് ഈ ഒരു രീതിയിലൊക്കെ ഇട്ട് വളരെ പാടുപെട്ടത് തുറക്കാനായിട്ട് നോക്കി. അപ്പോഴാണ് എൻ്റെ അടുത്ത് വന്ന് കാണിച്ചത് ഇത് ഈ ഒരു രീതിയിലല്ലേ ഇത് തുറക്കേണ്ടത്. ഈ ഒരു കൈ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു രീതിയിൽ പ്രസ് ചെയ്ത് ഈ ഒരു രീതിയിലാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ആ ഒരു നമ്മൾ അതുമായിട്ട് യൂസ് ആയി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ആദ്യം വന്നാണ് ഈ ഒരു രീതിയിലൊക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെ വന്ന് പിടിച്ചൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് നോക്കി. അപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇത് കാണിച്ചത്. വളരെ സിമ്പിളാണ്. പ്രസ് ചെയ്യുക, പിടിച്ച് ഓപ്പൺ ആക്കുക. കാരണം വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അതിവിടെ വന്ന സമയത്താണ് എനിക്കത് കാണിച്ചു തന്നത്. അപ്പോൾ വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സൈഡ് പോർഷനിൽ പറഞ്ഞിട്ടൊന്നും തന്നെ വരുന്നില്ല. അത്യാവശ്യം ഫീച്ചേഴ്സും അത്യാവശ്യം ഡിസൈൻ എലമെൻറ്റിലെ ഒരു പുതുമയും ഒക്കെ സൈഡ് പോർഷൻ നമുക്ക് കാണാം. ഒരുപാട് ക്രോം എലമെൻറ്റ്സ് ഒന്നും സൈഡ് പോർഷനിൽ നൽകിയിട്ടില്ല. നമ്മൾ സൈഡിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമുക്ക് ഈ ഒരു വാഹനം 4 ടയറിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ്. 6 എയർ ബാഗ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ 45 ലിറ്ററാണ് ഈ ഒരു ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി നമുക്ക് വരുന്നത്. അത് ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് പറയണമെന്നില്ല എന്ന് ഞാൻ ഓർത്തപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. റിയർ പ്രൊഫൈലിലേക്ക് വരാം. നമ്മളൊരു സൈഡിലും അതേപോലെ ഫ്രണ്ട് പോർഷനിലും കണ്ട ആ ഒരു ഡിസൈനിലൊരു പുതുമ ആ ഒരു റിയർ പോർഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ നല്ല ഫ്ലാറ്റായിട്ടാണ് ആ ഒരു ഡിസൈൻ പാറ്റേൺ പോയിട്ടുള്ളത്.
ഷാർഫിന് ആൻറ്റിന നൽകിയിട്ടുണ്ട്. സ്പോയിലർ നമുക്ക് അവൈലബിൾ ആണ്. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, ഡിഫോഗൽ ലൈന്, റിയർ വൈപ്പർ, റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് റിയർ പോർഷനിലായിട്ട് വരുന്നുണ്ട്. പാർക്കിംഗ് സെൻസറിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഈ ഒരു സൈഡ് പോർഷനിലായിട്ട് നമുക്ക് പാർക്കിംഗ് സെൻസർ നമുക്ക് അവൈലബിൾ ആണ്. സാധാരണ വാഹനങ്ങൾ നമ്മൾ കാണാറില്ല, നമ്മളത് ഫ്രണ്ട് പോർഷനിൽ നമ്മൾ കണ്ടതാണ്. ആ ഒരു ഹെഡ് ലാമ്പിന് തൊട്ട് താഴെയായിട്ട് നൽകിയിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ നമുക്ക് ആ ഒരു പാർക്കിംഗ് സെൻസർ നൽകിയിട്ടുണ്ട്. ആ ഒരു സെൻസറിൻ്റെ അകത്ത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു പോർഷനിലായിട്ടാണ് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നത്, എന്തെങ്കിലും ഒരു കുറ്റിയോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ആ ഒരു സെൻസറിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതായത് ഏത് പോർഷനിലായിട്ടാണ് അല്ലെങ്കിൽ ഏത് സൈഡിലായിട്ടാണ് ആ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങോട്ടാണ് തട്ടാനായിട്ട് ചെല്ലുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ലൈനിങ്ങിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതിനകത്തേക്ക് കയറുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരികയും ചെയ്യാം. പിന്നെ നോക്കി കഴിഞ്ഞാൽ കിയയുടെ ഒരു ബ്രാൻഡിങ് ഈ ഒരു പോർഷനിലായിട്ട് വരുന്നുണ്ട്. ആ ഒരു വാഹനത്തിൻ്റെ നെയിം ഈ ഒരു പോർഷനിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ കാര്യങ്ങൾ നമുക്ക് പറയാനൊന്നുമില്ല. LED ലൈറ്റ്സ് ഒക്കെയാണ് നൽകിയിട്ടുള്ളത്. ആ ഒരു ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെയാണ് ആ ഒരു സൈഡ് പോർഷനിലായിട്ടാണ് ആ ഒരു ലൈറ്റ് പ്ലേസ് ചെയ്തത്. ഈ ഒരു ലൈറ്റും ഫംഗ്ഷനിങ് തന്നെയാണ്, അത് കണക്റ്റഡ് ആയിട്ട് തന്നെ നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്തും ഈ ഒരു ലൈറ്റ് എന്താ പറയുക ഫംഗ്ഷനിങ് തന്നെയായിരിക്കും, അത് ഓഫായി പോകുന്നതൊന്നുമില്ല. ബൂട്ടിലേക്ക് വരാം. മോശമല്ലാത്ത ബൂട്ട് സ്പേസ് ഈ വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട്. ഏകദേശം 465 ലിറ്ററാണ് ബൂട്ട് സ്പേസ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഈ ഒരു പാഴ്സൽ ട്രീ എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെറുതായി നിൽക്കുന്നത് ചിന്തിക്കാം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ വരെ ഈ ഒരു സീറ്റ് റിക്ലൈൻ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അവിടെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് റിക്ലൈൻ ചെയ്ത് ഉപയോഗിക്കാം. അതായത് അത്യാവശ്യം നിങ്ങൾക്കൊന്ന് കിടന്നൊക്കെ പോകണം എന്നുണ്ടെങ്കിലും 3 സ്റ്റെപ്പായിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത്യാവശ്യം ഒന്ന് കിടന്ന് വളരെ കംഫർട്ടായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല ബൂട്ട് സ്പേസും നമുക്ക് കമ്പനി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു പോർഷനിലായിട്ട് സ്പെയർ ടയർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അലുവ കാര്യങ്ങളൊന്നും അല്ല സ്പെയർ ടയർ വരുന്നത്, എല്ലാ വാഹനങ്ങളും വരുന്നത് പോലെ തന്നെയാണ് ഡ്രം തന്നെയാണ് നൽകിയിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കുന്ന സമയത്ത് കുറച്ച് എന്താ പറയുക അങ്ങ് ഭയങ്കര ലൈറ്റായിട്ടുള്ള കളർ തീമല്ല നൽകിയിട്ടുള്ളത്, കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു കളർ തീമാണ് അവർ ഇന്ത്യയിൽ നൽകിയിട്ടുള്ളത്. പിന്നെ 7 സ്പീഡ് DC എന്നുള്ളൊരു ബ്രാൻഡിങ് ഈ ഒരു പോർഷനിൽ നൽകിയിട്ടുണ്ട്. ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമാണ്, അതുകൊണ്ടാണ് ആ ഒരു DC ഒരു ബ്രാൻഡിങ് ഈ ഒരു പോർഷനിലായിട്ട് വരുന്നത്. 7 സ്പീഡാണ് വാഹനം വരുന്നത്, അതാണ് 7 DC എന്നൊരു ബ്രാൻഡിങ് അവിടെയായിട്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ വേറെ കാര്യങ്ങളും നമുക്ക് എന്താ പറയുക ആ ഒരു പുറമേ നിന്ന് പറയാനായിട്ടൊന്നുമില്ല. ആ ഒരു ഡിസൈൻ പാറ്റേൺ കൊള്ളാം, നല്ല രസമുണ്ട് കാണാനായിട്ടും. ആ ഒരു ഗ്ലാസ് ഏരിയയൊക്കെ നല്ല വലിപ്പവും വരുന്നുണ്ട്, അകത്തിരിക്കുന്നവർക്ക് നല്ല വിസിബിലിറ്റി നമുക്ക് കിട്ടും. ഇനി നമുക്ക് അകത്തേക്ക് വരാം. അപ്പോൾ അകത്തേക്ക് ഒരു സമയത്ത് ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഡോർ പാഡിലേക്ക് വരാം. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആ ഒരു കൈയൊക്കെ വെക്കുന്ന പോർഷൻസ്, അതായത് ഇപ്പം ഈ ഒരു പോർഷനിലേക്കായിട്ട് നമ്മൾ കൈ വെക്കും, അതേപോലെ അത് അകത്തേക്ക് ഒരു കാണിച്ചു തരാം. ഈ ഒരു പോർഷനിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഹാർഡ് പ്ലാസ്റ്റിക് അല്ല ഇവിടെ എങ്ങും യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഈ ഒരു പോർഷനിലൊക്കെ ഈ ഒരു പോർഷനിലും എല്ലാം കിയ യൂസ് ചെയ്തത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെയൊക്കെ ഫുള്ളി ഹാർഡ് പ്ലാസ്റ്റിക് ഒക്കെ തന്നെയാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് ആംബിയൻ ലൈറ്റിങ്ങും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് വാഹനത്തിനുള്ളിൽ. 4 ഡോർ പവറിൻ്റെ അതൊന്നും എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. 4 ഡോർ പവറിൻ്റെ മിറർ ഇലക്ട്രിക്കലി കൺട്രോൾ ഓപ്ഷൻസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഫ്രണ്ട് 2 സീറ്റിൽ നമുക്ക് വെന്റിലേറ്റർ സീറ്റാണ് വരുന്നത്. അതിൻ്റെ ഒരു കൺട്രോൾ ഈ ഒരു പോർഷനിലാണ് പ്ലേസ് ചെയ്തത്. ആ ഒരു ഡോറിലായിട്ടാണ് ആ ഒരു വെന്റിലേറ്റർ സീറ്റ്സിൻ്റെ കൺട്രോളൊക്കെ പ്ലേസ് ചെയ്ത്. റിയർ സീറ്റിൽ നമുക്ക് വെന്റിലേറ്റർ സീറ്റ്സ് വരുന്നുണ്ട്. അത് അകത്തേക്ക് കയറുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഒരു ബോട്ടിൽ വെക്കാൻ പറ്റും, ഇവിടെ വെക്കാം. അതേപോലെ തന്നെ അംബ്രല്ല ഹോൾഡർ കൂടി നൽകിയിട്ടുണ്ട്. ഈ ഒരു പോർഷനിലായിട്ട് അംബ്രല്ലയും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. അത്രത്തോളം സ്പേസ് ഈ ഒരു വാഹനത്തിനുള്ളിൽ, അതായത് ഡോർ പാഡിൽ മാത്രം കമ്പനി നൽകിയിട്ടുണ്ട്. നമ്മൾ അകത്തേട്ട് അങ്ങോട്ട് ഇരിക്കുന്ന സമയത്ത് ഈ ഒരു സീറ്റ് കണ്ടോ, ഈ ഒരു സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടോ, വളരെ സിമ്പിളായിട്ട് ഇത് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാം. 4 വേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ വാഹനങ്ങളിൽ വളരെ വലിപ്പമേറിയ സ്വിച്ചസ് ഒക്കെയാണ് നൽകാറുള്ളത്. പക്ഷേ ഈ ഒരു വാഹനത്തിൽ അത്യാവശ്യം ഒതുക്കി തന്നെയാണ് സ്വിച്ചസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഹൈറ്റ് നമുക്ക് മാനുവലി വേണം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ സ്റ്റിയറിംഗിലേക്ക് വരുന്ന സമയത്ത് സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യം എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ സ്പീക്കേഴ്സിൻ്റെ കാര്യമാണ്. കണ്ടോ, ഹർമൻ കാർഡതാണ് ഈ ഒരു വാഹനത്തിൽ സ്പീക്കേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അത്രത്തോളം ക്വാളിറ്റി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സ്പീക്കേഴ്സിലൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ താഴ്ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാലും ഒരുപാടങ്ങ് ലൈറ്റ് കളർ എന്നാൽ ഒരുപാടങ്ങ് ഡാർക്ക് ആയിട്ടുള്ള കളർ തീമൊന്നുമല്ല ഈ ഒരു താഴ്ഭാഗമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നൽകിയിട്ടുള്ളത്. ഇവിടെ കുറച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പാർക്ക് ബ്രേക്കിൻ്റെ ആ ഒരു കൺട്രോളാണ് ഈ ഒരു പോർഷനിലായിട്ടാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പോർഷനിൽ പറയാനായിട്ടൊന്നും തന്നെ വേറെ ഈ ഒരു രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇന്റീരിയർ ഡിസൈൻ തന്നെയാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിനുള്ളിൽ കിയ നൽകിയിട്ടുണ്ട്. അത് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പോർഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനുള്ളിൽ ഈ കിയ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യം പറഞ്ഞു നമ്മൾ ഈ ഒരു സ്വിച്ചസിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലും ആ ഒരു ക്വാളിറ്റി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമ്മൾ അകത്തേക്ക് വരുന്ന സമയത്ത് ഏറ്റവും അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം തന്നെയാണ്. ഏകദേശം 30 ഇഞ്ച് സൈസാണ് ഈ ഒരു ഇൻഫോർമേഷൻ സിസ്റ്റത്തിന് വരുന്നത്. ഈ ഒരു പോർഷനിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം എനിക്കൊന്ന് ഒരു 12.3 ഇഞ്ച് വരുന്നുണ്ട്. അതിന് ഈ ഒരു നടുക്ക് പോർഷനിലായിട്ട് 5 ഇഞ്ച് വരുന്നുണ്ട്. ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത്
അവിടെ നമുക്കൊരു 12.3 ഇഞ്ച് ആ ഒരു സൈസിലാണ് ഈ ഒരു ക്ലസ്റ്റർ, അതായത് ഈ ഒരു ഫുൾ യൂണിറ്റ് കിയ നൽകിയിട്ടുള്ളത്. ഫുള്ളി ഡിജിറ്റൽ തന്നെയാണ്. 360 ഡിഗ്രി ക്യാമറ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു. കാരണം ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു വ്യൂ, എന്നാൽ HD ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കിയ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല HD ക്വാളിറ്റി തന്നെ അതിൻ്റെ ഒരു വ്യൂ നൽകിയിട്ടുണ്ട്. ഈ ഒരു പോർഷനിലായിട്ട് നമ്മുടെ AC-യുടെ കൺട്രോൾസാണ് ഈ ഒരു സെൻട്രൽ പോർഷനിലായിട്ട് കിയ നൽകിയത്. അത് ഫുള്ളി ടച്ച് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ടച്ച് തന്നെയാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ചെറിയൊരു കൺട്രോൾ ഈ ഒരു പോർഷനിലായിട്ടും AC-യുടേത് നൽകിയിട്ടുണ്ട്. ടച്ച് ആ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ, അല്ല ബട്ടൺസ് ഉപയോഗിച്ച് വേണമെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വരേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിയറിംഗ് വീലിലേക്ക് വരുന്ന സമയത്ത് കുറേ പേര് ഇത് ഡിഫൻഡറിൻ്റെ സ്റ്റിയറിംഗ് വീലായിട്ട് സാമ്യമുണ്ട് ആ ഒരു രീതിയിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. ആ ഒരു രീതിയിലൊന്നുമല്ല. ആ നമ്മുടെ കിയയുടെ തന്നെ EV സെഗ്മെന്റിൽ വരുന്ന വാഹനമായ EV6 ആ ഒരു വാഹനത്തിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത രീതിയിലാണ് ഈ ഒരു സ്റ്റിയറിംഗ് വീല് അവർ നൽകിയിട്ട്. ഒരിക്കലും ഡിഫൻഡറിൻ്റെ ആ ഒരു രീതിയിലൊന്നുമല്ല അവർ നൽകിയിട്ടുള്ളത്. പിന്നെ അതൊരു ഡബിൾ ഡീക്കട്ടാണ് ഈ ഒരു സ്റ്റിയറിംഗ് വീല് വരുന്നത്. ആ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെ ഒരു പുതുമയുള്ള രീതിയിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ സ്വിച്ചസിൻ്റെ കൺട്രോൾസ് ഒക്കെ തന്നെയാലും ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്വിച്ചസ് ഒക്കെ കണ്ടോ, നോർമലി ഈ ഒരു ക്രൂയിസ് കൺട്രോൾ ആ ഒരു ഓപ്ഷൻസ് ഒക്കെ സാധാരണ രീതിയിൽ ഈ ഒരു പോർഷനിലായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മീഡിയയുടെ ആ ഒരു കൺട്രോൾസ്, കോളറ്റിൻ്റെ ആ തുടങ്ങിയ കൺട്രോൾസ് എല്ലാം ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടായിരുന്നു നോർമലി നൽകിയിട്ടുള്ളത്. ആ ഒരു സ്വിച്ചസ് ഈ ഒരു രീതിയിൽ എന്താ പറയുക ഈ ഒരു പൊസിഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈവ് മോഡ്സ്, സാധാരണ നമ്മൾ ഈ ഒരു സെൻട്രൽ ടണലിൽ ആ ഒരു പൊസിഷനിലേക്കാണ് ഡ്രൈവ് മോഡ്സ് നൽകാറ്. അതും നമുക്ക് ഈ ഒരു കിയ നിലവിൽ ആ ഒരു സ്റ്റിയറിംഗ് വീലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് നമുക്ക് ആ ഒരു സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് പറയേണ്ട ഒരു കാര്യം. ലെതർ റാപ്പിഡുമാണ് സ്റ്റിയറിംഗ് വീല്. 2 കളേഴ്സിൻ്റെ കോമ്പിനേഷൻ നമുക്ക് ആ ഒരു സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫുള്ളി പിന്നെ നമ്മൾ ഈ ഒരു ഡാഷ്ബോർഡ് നോക്കുന്ന സമയത്തും ആ ഒരു കളർ തീമിലൊക്കെ നല്ല രസമുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിനുള്ളിൽ നമ്മൾ കയറിയിരിക്കുന്ന സമയത്ത് ഒരു EV വാഹനത്തിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഒരു സ്വിച്ചസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്വിച്ചസിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റിയാണ്. കണ്ട ഈ ഒരു രീതിയിലാണ് ആ ഒരു സ്വിച്ച്, അല്ലെ റോട്ടർ സ്വിച്ച് പോലൊക്കെയാണ് ആ ഒരു രീതിയിലാണ് നൽകിയിട്ടുള്ളത്. കണ്ട് ഈ ഒരു രീതിയിൽ നല്ല രസമുണ്ട് അതൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട്. ആ ഒരു സ്വിച്ചസിൻ്റെ ആ ഒരു ക്വാളിറ്റി ഒക്കെ കണ്ട ഈ ഒരു രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. കണ്ടോ, വളരെ സിമ്പിളായിട്ട് ആ ഒരു ക്യാമറ വ്യൂവും വളരെ HD ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു താഴ്ഭാഗത്തായിട്ട് കൺട്രോൾസ് ഒക്കെ നൽകിയിട്ടുണ്ട്. വോളിയം ബട്ടൺ ഉണ്ട് ഈ ഒരു രീതിയിൽ. ഈ ഒരു കറക്കി വേണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിലാണ് ആ ഒരു വോളിയം ബട്ടനും നൽകിയിട്ടുള്ളത്. അതൊക്കെ നല്ല രസമുണ്ട്. അതൊക്കെ ഓക്കെ. പിന്നെ ഇവിടെയൊക്കെ ആയിട്ട് നല്ലൊരു ഗ്ലോസി എലമെൻറ്റ് നല്ല രീതിയിലാണ്. കിയ കണക്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അത് ഞാൻ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. അത് കിയയും കൂടിയാണ്. അപ്പോൾ ആ ഒരു ഫീച്ചേഴ്സൊക്കെ അവർ നൽകും. അതൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമൊന്നും തന്നെ വരുന്നില്ല. ഈ ഒരു പോർഷനിലായിട്ട് ചാർജിങ് യൂണിറ്റ്സ് ആണ് ഈ ഒരു പോർഷനിലായിട്ട് നൽകിയത്. ആ ഒരു 12 വാട്ട്സിൻ്റെ യൂണിറ്റ്സ് ആണ് ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്തു. അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടോ, ഈ ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഓപ്പൺ ആവുന്നുണ്ട്. അത്രയും ഫിനിഷിങ്ങിലാണ് അത് ചെയ്തേക്കുന്നത്. ഒരു ഫാസ്റ്റ് ചാർജിങ് സോക്കറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 2 രീതിയിൽ നൽകിയിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിലേക്ക് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് USB-യുടെ ആക്സസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഒന്നുകൂടെ പ്രസ് ചെയ്ത് ഈ ഒരു പോർഷനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ചാർജിങ് സോക്കറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അത് പുതുമയുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ വന്ന് അത് കണ്ടപ്പോൾ ചോദിച്ചപ്പോഴാണ് അത് എന്താണെന്നുള്ളത് പറഞ്ഞു തന്നത്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വയർലെസ് ചാർജിങ്, ഈ ഒരു വയർലെസ് ചാർജിങ്ങിൻ്റെ ആ ഒരു പാഡ് നൽകിയിട്ടുള്ളതുണ്ട്. നല്ല വലിപ്പത്തിലാണ് നൽകിയിട്ടുള്ളത്. വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഫോൺ എടുത്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിനുള്ളിൽ വെക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിലവിൽ അത് ചാർജിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഫോണിനകത്ത് ചാർജിങ് സ്റ്റാർട്ടായി. നമ്മൾ ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ ആ ഒരു ചാർജിങ് അവിടെ സ്റ്റോപ്പ് ആവുന്നുണ്ട്. കണ്ട, ഇപ്പോൾ നിലവിൽ അത് സ്റ്റോപ്പായി. ഞാൻ ഡോർ ക്ലോസ് ചെയ്യാം. ഡോർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ചാർജിങ് നമുക്കിപ്പോൾ സ്റ്റാർട്ടാകും. ഓക്കെ, ഫോണൊന്ന് കറക്റ്റായിട്ട് വെച്ചോട്ടെ. കണ്ട, ചാർജിങ് സ്റ്റാർട്ടായി. അത് ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചാർജിങ് സ്റ്റോപ്പ് ആവുകയും ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചാർജിങ് സ്റ്റാർട്ട് ആവുകയും ചെയ്തു. ചെറിയൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് വെച്ച് നോക്കിയപ്പോഴാണ് അത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടത്. പിന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് നമ്മൾ ആ ഒരു EV വാഹനത്തിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഈ ഒരു സെൻട്രൽ പോർഷനിലായിട്ടാണ് ആ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ബട്ടനും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാനുള്ള അതൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്കറിയാം, ആ ഒരു വ്യൂ കാര്യങ്ങൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ആ ഒരു വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു പോർഷനിലേക്ക് വരാം. ഇവിടേക്ക് വരുന്ന സമയത്തും ഒരു പ്രത്യേകതയുണ്ട്. അവിടേക്ക് പോകുന്നതിന് കീ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ കീ വരുന്നത്. വളരെ പ്രീമിയം കീ ആണ് ഈ ഒരു വാഹനത്തിൽ നൽകിയത്. ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ, ലോക്ക് അൺലോക്ക് ആ ഒരു രീതിയിൽ കീയുടെ ഒരു ലോഗോ ഇവിടെയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കീക്ക് ഒരു കവറിങ് അവരിട്ടിട്ടുണ്ട്. കണ്ട, നല്ല പ്രീമിയം രീതിയിൽ വരുന്ന ഒരു കേസാണ് ആ ഒരു കീക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഗ്ലോസി ഫിനിഷിൽ വരുന്നത്. നല്ല വലിയ വെയിറ്റ് ഒന്നും ഇല്ല. കീ വളരെ സിമ്പിൾ തന്നെയാണ്. വലിയ വെയിറ്റോ കാര്യങ്ങളോ ഒന്നും കീക്ക് വരുന്നില്ല. പിന്നെ ഇവിടത്തേക്ക് വരാം. ഈ ഒരു കപ്പ് ഹോൾഡറിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മളൊരു ബോട്ടിൽ വെക്കുന്ന സമയത്ത് ഇത്രത്തോളം സ്പേസ് വരുന്നത്. ആ ചെറിയ കപ്പ് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഓപ്പൺ ആവുന്നുണ്ട്. ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ അത് ഓപ്പൺ ആയി വരും. അപ്പം അത്രത്തോളം സ്പേസ് കുറഞ്ഞു. അപ്പോൾ ചെറിയ കപ്പുകൾ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടായിട്ട് അതിനുള്ളിൽ വെക്കാനായിട്ട് സാധിക്കും. ആ ഒരു മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെയാണ് വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്.
സ്റ്റോറേജ് സ്പേസ് മോശമല്ലാത്ത രീതിയിൽ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. പിന്നെ എയർ പ്യൂരിഫയറും കാര്യങ്ങളൊക്കെ വാഹനത്തിൽ വരുന്നുണ്ട്. അതിൻ്റെ ഒരു കൺട്രോൾസും കാര്യങ്ങളും ഈ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട്. അത് റിയർ സീറ്റിലേക്ക് വരുമ്പോൾ കാണിച്ചാൽ മതി, ജസ്റ്റ് ഞാൻ കാണിച്ചതേ ഉള്ളൂ. പിന്നെ ആംബിയൻ ലൈറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു സീറ്റ്സിലേക്കൊക്കെ വരുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് അവർ സീറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാ വേരിയൻറ്റിലും ഈ ഒരു സെയിം മെറ്റീരിയലല്ല യൂസ് ചെയ്തിട്ടുള്ളത്. അത് വേരിയൻസ്, അത് ബേസ് മോഡൽ, സെക്കൻഡ് വേരിയൻറ്റ് തുടങ്ങിയതിലേക്ക് മാറുന്ന സമയത്ത് ആ ഒരു സീറ്റ്സിൻ്റെ ക്വാളിറ്റിയിലൊക്കെ 3 ടൈപ്പ് ആ ഒരു രീതിയിൽ വ്യത്യാസം. ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചേക്കാം. ബ്രോഷറിനകത്ത് ഓൾറെഡി നമുക്ക് അവൈലബിൾ ആണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. പിന്നെ ഇനി സ്റ്റോറേജ് സ്പേസ് നോക്കാം. നമുക്ക് നല്ല മാസീവ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണ് അതിനുള്ളിൽ നൽകിയിട്ടുള്ളത്. ആ ഒരു കവറിംഗ് ഒക്കെ കണ്ടോ, നല്ല പ്രീമിയം ആയിട്ടുള്ള കവറാണ്. അവർ ജസ്റ്റിനകത്ത് വെച്ചേക്കുന്നതാണ്. അതിൻ്റെ ഒരു ക്വാളിറ്റി, നല്ല ലെതർ പോലത്തെ മെറ്റീരിയലൊക്കെ യൂസ്, നല്ല ക്വാളിറ്റിയിലാണ് ആ ഒരു കവർ പോലും അവർ നൽകിയിട്ടുള്ളത്. അത്രത്തോളം ക്വാളിറ്റി അവർ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം പിടിച്ചൊക്കെ വേണമെങ്കിൽ ഇരിക്കാം കേട്ടോ. പിന്നെ വേറെ ഒന്നുമില്ല, നമുക്ക് ഈ ഒരു പോർഷൻ എന്ന് പറയാൻ ടോപ്പിലേക്ക് വരാം. ടോപ്പിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ കാര്യം എടുത്ത് പറഞ്ഞത് ഈ ഒരു പനോറമിക് സൺറൂഫാണ്. വൺ ടച്ച് ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. സൺറൂഫ് നൽകിയിട്ടുണ്ട്. കാരണം നല്ല വെട്ടമുണ്ട് കേട്ടോ, അകത്തേക്ക് കയറുന്നുണ്ട്. ആ ഒരു സൺറൂഫ് ഓപ്പൺ ചെയ്യുമ്പോൾ ലൈറ്റ് തൊട്ട് മുകളിലായിട്ടാണ് നമ്മൾ കിടക്കുന്നത്. അതുകൊണ്ടാണ് അത്രത്തോളം ബ്രൈറ്റ്നെസ് അകത്തേക്ക് കയറുന്നത്. അതിൻ്റെ കൺട്രോൾസ് ഒക്കെ ഈ ഒരു പോർഷനിലായിട്ട് വരുന്നുണ്ട്. സൺഗ്ലാസ് ഹോൾഡർ നമുക്ക് അവൈലബിൾ ആണ്. മിറർ നൽകിയിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ മിറർ വരുന്നില്ല, പക്ഷേ ടിക്കറ്റ് ഹോൾഡർ അവൈലബിൾ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ നമ്മൾ പല വാഹനങ്ങൾ നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു വെയിൽ ഈ ഒരു പോർഷനുള്ളിൽ പലപ്പോഴും അടിക്കണം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ഒരു രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കണ്ട. അത്രത്തോളം നമുക്കിത് കവറാവും, അതായത് വെയിലും കാര്യങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും പ്രത്യേകിച്ച് കോംപ്രമൈസോ കാര്യങ്ങളോ ഒന്നും കിയ ചെയ്തിട്ടില്ല. ഇവിടെ പറ്റുമെന്ന് ഞാൻ ജസ്റ്റ് നോക്കിക്കോട്ടെ, ഞാൻ നോക്കിയില്ലായിരുന്നു. ഈ ഒരു പോർഷൻ നമുക്ക് പറ്റും. അപ്പോൾ ആ 2 സൺബ്ലൈൻഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അത്രത്തോളം ക്വാളിറ്റി അവർ നൽകിയിട്ടുണ്ട്. മിററിലൊക്കെ ഒരു സോട്ടോ ഡിപ്പിംഗ് ഒക്കെ തന്നെയാണ് മിററും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ അഡാസ് വരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിന് ഏറ്റവും ടോപ്പ് എൻഡിൽ അഡാസ് വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഏതോ ഒരു വേരിയൻറ്റ് നമുക്ക് ഡാഷ് ക്യാം നമുക്ക് അവൈലബിൾ ആണ്. അഡാസ് അതിനകത്ത് വരാത്തതുകൊണ്ടാണ് ഡാഷ് ക്യാം വരുന്നുണ്ട്. എല്ലാ വേരിയൻസിലും അവൈലബിൾ ആണ്. ഇടയ്ക്കുള്ള ഏതൊരു വേരിയൻസിലാണ് അത് വരുന്നത്, ഞാനത് വിട്ടുപോയി ഏത് വേരിയൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ വേറെ കാര്യങ്ങളും നമുക്ക് ഈ ഒരു പോർഷനിലൊന്നും പറയാനൊന്നുമില്ല. ഒരു സെൻട്രൽ ടണലൊക്കെ നോക്കുന്ന സമയത്ത് ഫുള്ളി കവർ ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഒരു സെൻട്രൽ ടണലൊക്കെ നൽകിയിട്ടുള്ളത്. ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു EV വാഹനത്തിൽ ഇരിക്കുന്ന ഫീല് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പാരാഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊന്നും എടുത്തു പറഞ്ഞ കാര്യമില്ല. ഇപ്പോൾ ഒരുവിധം എല്ലാ വാഹനങ്ങളിലും പാരാഷിഫ്റ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ആ ഒരു സ്വിച്ചസിലേക്കൊക്കെ വരുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ആ ഒരു സ്വിച്ചസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. ഇതൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഈ ടോപ്പിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ചില വാഹനങ്ങളൊക്കെ ചൂടകത്തേക്ക് കയറുക, അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. ഇതിനകത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഒക്കെ തന്നെയാണ് എല്ലായിടത്തും യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു ഇന്ത്യൻ ഡിസൈനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് ഒന്നും തന്നെ വരുന്നില്ല. നല്ല പ്രീമിയം ഒരു വാഹനം തന്നെയാണ്. ആ ഒരു കിയുടെ ലോഗോ നോക്കിയാലും ഒരു സൈഡിലേക്കാണ് അവർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രീമിയം വാഹനമാണ്. ആ ഒരു പ്രീമിയം ലെവലിൽ തന്നെ അവരതിനെ ഡിസൈൻ ചെയ്തു, ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ട്. ഈ റിയർ സീറ്റ്, ഈ ഒരു വാഹനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനും ഈ ഒരു റിയർ സീറ്റ് തന്നെയാണ്. അതിൽ ആദ്യം തന്നെ നമുക്ക് എടുത്തു പറയേണ്ടത്, നമുക്ക് ബേസ് മോഡൽ മുതൽ തന്നെ ഈ ഒരു സൺബ്ലൈൻഡ് നമുക്ക് അവൈലബിൾ ആണ്. ഏറ്റവും ബേസ് മോഡൽ മുതൽ ഈ ഒരു സൺബ്ലൈൻഡ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ആ ഒരു ഫ്രണ്ട് ഡോറിൽ കണ്ടതുപോലെ തന്നെ ആ ഒരു സെയിം പാറ്റേണിലാണ് ഈ ഒരു റിയർ സൈഡ് ഡോർ നൽകിയിട്ടുള്ളത്. ആ ഒരു വെന്റിലേറ്റർ സീറ്റ്, അതായത് റിയർ സൈഡ് നമുക്ക് വെന്റിലേറ്റർ സീറ്റ് നൽകിയിട്ടുണ്ട്. ഇത് ഈ ഒരു സെഗ്മെന്റിൽ ആദ്യമായിട്ട് തന്നെ പറയും, ഈ ഒരു സെഗ്മെന്റിൽ മറ്റൊരു വാഹനത്തിൽ ആ ഒരു ഫീച്ചർ നൽകുന്നില്ല. ഫ്രണ്ട് പോർഷൻ കൊണ്ട് അത് നൽകിയിട്ടുണ്ട്, പക്ഷേ സെക്കൻഡ് റോയിലും അവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം കംഫർട്ടായിട്ട് റിയർ സൈഡിൽ ഇരിക്കുന്ന പാസഞ്ചേഴ്സിന് ഇരിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ആ ഒരു കൈയൊക്കെ വെക്കുന്ന പോർഷൻ, ആ ഒരു ഫ്രണ്ട് പോർഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എല്ലാം കണ്ട ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഈ ഒരു പോർഷനിലെല്ലാം കമ്പനി യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല സ്റ്റോറേജ് സ്പേസും ഒക്കെ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു പവറിൻ്റെ കൂടെ സ്വിച്ച് കണ്ടോ, നല്ല വലിപ്പത്തിലാണ് ആ ഒരു പവറിൻ്റെ കൂടെ സ്വിച്ച് നൽകിയിട്ടുള്ളത്. കണ്ടോ, നല്ല വലിപ്പം വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം നമുക്ക് എടുത്ത് പറയാം, ഈ ഒരു 4 പവർ വിൻഡോസും നമുക്ക് ഓട്ടോ ഡൗണോ ഓട്ടോ അപ്പോ, അതായത് വൺ ടച്ച് ആയിട്ട് നമുക്കിത് ഓക്കെ ലോക്കാണ് അവിടെ പവറിനോട് സ്വിച്ച്. അതുകൊണ്ടാണ് ഇത് വൺ ടച്ച് ആയിട്ട് ഡൗൺ ആക്കാനും പറ്റും, വൺ ടച്ച് ആയിട്ട് നമുക്കിത് ഉയർത്താനും പറ്റും. അത് നമുക്ക് എന്താ പറയുക, ഇരിക്കുന്നത് ബേസ് മോഡൽ മുതൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് നമുക്കൊരു നല്ലൊരു ഫീച്ചറെ തന്നെ എടുത്ത് പറയാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു സീറ്റ്സിലേക്ക് വരാം. ഈ ഒരു സീറ്റിൻ്റെ പുറകിലേക്ക് നോക്കി കഴിഞ്ഞാൽ അത് ഈ ഒരു പോർഷനിലായിട്ട് സ്പേസ് നൽകിയിട്ടുണ്ട്. അതായത് നമുക്ക് ഫോണും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് സാധിക്കും. ഇവിടെയും നല്ലൊരു സ്പേസ് നൽകിയിട്ടുണ്ട്. സ്കൂപ്പ് രീതിയിൽ ഡിസൈൻ ചെയ്തു. സത്യത്തിൽ ഈ ഒരു വാഹനത്തിൽ സ്കൂപ്പ് ഈ ഒരു സീറ്റ് ഡിസൈൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കാര്യം അത്രത്തോളം സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ പറയേണ്ടത് എയർ പ്യൂരിഫയറിൻ്റെ കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞു. റിയർ AC വെന്റ് നൽകിയിട്ടുണ്ട്, സ്പേസും 2 ചാർജിങ് സോക്കറ്റും നമുക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ ഇനി ഒരു കാര്യം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇനി പറയാനുള്ളത്, ഈ ഒരു സീറ്റ് കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു സീറ്റ് മാക്സിമം പുറകിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്പേസ് കണ്ടോ. പിന്നെ ഓൾറെഡി നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഈ ഒരു സീറ്റ് നമുക്ക് റിക്ലൈനിങ് ഫംഗ്ഷൻ കൂടി നമുക്ക് അവൈലബിൾ ആണ്. മാക്സിമം ഇതിപ്പം നിലവിൽ പുറകിലേക്ക് ചാരി ഇട്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു കംഫർട്ടിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നോർമലി ഈ ഒരു രീതിയിലാണ് സാധാരണ ഒരു വാഹനത്തിൽ വരുന്നത്. ഈ ഒരു രീതിയിലിരിക്കാം. ആ ഒരു രീതിയിൽ ഇരിക്കുന്ന സമയത്ത് സ്പേസ് കണ്ടോ, വളരെ നല്ല സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഫുള്ളി നമുക്ക് റിക്ലൈൻ ചെയ്ത് നോക്കാം. ഫുള്ളി റിക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കംഫർട്ടായിട്ട് എനിക്ക് കിടക്കാനായിട്ട് സാധിക്കും. വളരെ കംഫർട്ടായിട്ട് കിടന്നു പോകാം. കാലൊക്കെ നല്ല വിശാലമായിട്ട് വെക്കാനായിട്ട് സാധിക്കും. അത്യാവശ്യം സൈസുള്ള ആൾ ഇരുന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. പിന്നെ
ആംബ്രസ്റ്റ് നൽകിയിട്ടുണ്ട്. അത് താഴ്ഭാഗത്ത് തട്ടി നിൽക്കത്തിയൊന്നുമില്ല, ഹൈറ്റിൽ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൈ കംഫർട്ടായിട്ട് വെക്കാൻ സത്യം 2 കപ്പ് ഹോൾഡർ കൂടി നൽകിയിട്ടുണ്ട്. പിന്നെ പറയേണ്ടതാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതൊക്കെ. LED ലൈറ്റ് ഈ ഒരു പോർഷനിൽ നൽകി, ആ ഒരു പോർഷനിലും LED ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഗ്രാബ് ഹാൻഡിൽ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു വാഹനത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഈ ഒരു സ്പേസ്, അതേപോലെ ഈ ഒരു സീറ്റ് നമുക്ക് ഇത്രയും കംഫർട്ടായിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഓടിക്കളിക്കാനുള്ള സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട്. സെൻട്രൽ ടണലിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ ഹൈറ്റോ കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ നടുക്കിരിക്കുന്നതായിട്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ 2 പേരാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ വളരെ രാജാവിനെ പോലെ ഇരുന്ന് പോകാം. ഇനി 3 പേര് ഇരുന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പോർഷനിൽ ഇരിക്കുന്നു. ഒരു സെൻട്രൽ ലെവലിൽ ഇരുന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം കംഫർട്ടായിട്ട് സെൻട്രലിൽ ഇരിക്കാം. ഈ ഒരു 2 സൈഡിൽ ഇരിക്കുന്ന അത്രത്തോളം ഒരു സുഖം ഈ ഒരു സെൻട്രൽ പോർഷനിൽ കിട്ടത്തില്ല. എപ്പോഴെങ്കിലും നിങ്ങൾ 3 പേരുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടായിട്ട് പോകാനായിട്ട് സാധിക്കും. ഈ ഒരു സീറ്റിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. കണ്ടോ, വളരെ കംഫർട്ടായിട്ട് ഇത് ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ഹമ്മർ കാണുന്നുള്ളൊരു ബ്രാൻഡിങ് നാട് ആ ഒരു റിയർ സെല്ലിൽ സ്പീക്കറിനകത്ത് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. അപ്പോൾ വേറെ ഒന്നുമില്ല ഈ ഒരു റിയർ സീറ്റിനെ കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ പവറുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഓട്ടോ ഡൗണും ഓട്ടോ അപ്പുമാണ് നൽകിയിട്ടുള്ളത്. ഇനി വേറെ കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല, ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. എനിക്ക് നമ്മൾ പുറമേ നിന്ന് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ ഒരു ഡിസൈനെ കുറിച്ചൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോകാം. പക്ഷേ അകത്തേക്ക് വരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാം. ഡാഷ്ബോർഡിലേക്ക് ആ ഒരു ഫ്രണ്ട് പോർഷൻ വന്ന സമയത്ത് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സാധാരണ ഒരു വാഹനത്തിൽ റിയർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വരാറില്ല. ഈ വാഹനത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ആ ഒരു എഞ്ചിൻ ബേ കൂടി ഒന്ന് ഓപ്പൺ ചെയ്യും. ഞാൻ തുടക്കത്തിലൊരു കാര്യം പറഞ്ഞായിരുന്നു, അതായത് ഈ ഒരു ഹുഡിൻ്റെ പോർഷനിൽ ഒരുപാട് അങ്ങ് എന്താ പറയുക വീതിയിലല്ല ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു എഞ്ചിൻ ബേ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് അങ്ങ് സ്പേഷ്യസ് ഒന്നും അല്ല ഒരു എഞ്ചിൻ ബേ വരുന്നത്. കാര്യം നിങ്ങളത് മറ്റുള്ള നമ്മൾ എന്താ ജസ്റ്റ് പുറകിലേക്ക് കണ്ടതാണ്. അതായത് ഇന്റീരിയർ ഡിസൈനിലേക്ക് വന്ന സമയത്ത് റിയർ സീറ്റിലേക്ക് അത്രത്തോളം സ്പേസ് അവർ നൽകിയിട്ടുണ്ട്. അത് മാക്സിമം ഈ ഒരു പോർഷനിലേക്ക് സ്പേസ് കുറഞ്ഞിട്ടാണ് ആ ഒരു ആവശ്യമുള്ള സ്ഥലത്ത് അവർ സ്പേസ് നൽകിയത്. അടുത്തേക്ക് വരാം, ആ ഒരു എഞ്ചിൻ ബേ നല്ല നോക്കാം നമുക്ക്. ഇത് നമുക്ക് പെട്രോളിനും ഡീസലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഡീസലിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ആ ഒരു കിയ സോണറ്റിലേക്കൊക്കെ വരുന്ന സമയത്ത് 23, 24, 25 കിലോമീറ്റർ വരെ മൈലേജ് പറയുന്ന കസ്റ്റമേഴ്സ് നമുക്ക് വരുന്നുണ്ട്. ഒരു 20-ന് മുകളിൽ എന്തായാലും നമുക്ക് ആ ഒരു ഡീസൽ വാഹനത്തിന് മൈലേജ് അവൈലബിൾ ആയിരിക്കും. ഇതിപ്പോൾ പെട്രോൾ ഓപ്ഷനാണ് നമുക്ക് വരുന്നത്. 1.5 ആണ് ഡീസൽ എഞ്ചിൻ വരുന്നത്. 116 PS 250 Nm ടോർക്കും 20-നും 25-നും ഇടയ്ക്ക് ആ ഒരു ഡീസൽ വാഹനത്തിന് മൈലേജ് കൺഫേം ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പെട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ 1 ലിറ്റർ ആണ് എഞ്ചിൻ ഓപ്ഷൻ നമുക്ക് നൽകിയിട്ടുള്ളത്. 120 PS 172 Nm ടോർക്കും. എനിക്ക് തോന്നുന്നത് മൈലേജ് എത്രയാണെന്നുള്ളത് കറക്റ്റ് അവർ പറയുന്നില്ല. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ഒരു 16-17 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതൊക്കെ ഓരോരുത്തരെ ഡ്രൈവിങ്ങിനനുസരിച്ച് മാറ്റങ്ങൾ വരും. എന്നിരുന്നാലും ഒരു 15-ന് മുകളിൽ എന്തായാലും മൈലേജ് ഉറപ്പായിട്ട് കിട്ടുന്നതായിരിക്കും. ഒരുപാട് അങ്ങ് സ്പേഷ്യസ് ഒന്നുമല്ല ഒരു എഞ്ചിൻ ബേ വരുന്നത്. ആ ഒരു അടിഭാഗത്തായിട്ട് കവറിങ്ങും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്, ചെളിയൊന്നും അടിച്ച് കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല പറയാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഇത് ഇന്ത്യൻ ഡിസൈൻ തന്നെയാണ്. നല്ല രീതിയിൽ സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. റിയർ സീറ്റിൽ നല്ല സ്പേസ് നമുക്ക് വരുന്നുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് അവർ നൽകിയിട്ടുണ്ട്. താഴെ ഞാനൊരു കോൺടാക്ട് നമ്പർ നൽകിയിട്ടുണ്ട്. കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണിച്ചിട്ടുള്ള ആ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി, നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് തരും. അപ്പം കിയ സിറോസിൻ്റെ വാഹനമല്ല, കിയ സെൽട്ടോസ്, സോണറ്റ്, കാരൻസ് ഏത് വാഹനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഒരു താഴെ കാണിച്ചുള്ള കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. ടെസ്റ്റ് ഡ്രൈവ്, ബുക്കിംഗ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എവിടെയുള്ളവർക്കും വിളിക്കാം. തിരുവനന്തപുരം ഇപ്പോൾ കൊല്ലത്താണെന്നും പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് മാത്രമല്ല, തിരുവനന്തപുരം എവിടെ നിന്നുള്ളവർക്കും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ വേറെ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതേപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം വരാം. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.